വെട്ടിയവന്റെ തല പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ. ബ്രഹ്മാണ്ഡ റിലീസുമായി മുന്നേറുന്ന എമ്പുരാനെതിരെ ബഹിഷ്കരണ ആഹ്വാനമായി സംഘപരിവാർ ഹാൻഡിലുകൾ. दया दिखाने के लायक ही नहीं होते. ഗുജറാത്ത് കലാപത്തെ പറ്റിയും കേരളത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തെ പറ്റിയും സിനിമ സംസാരിക്കുന്നു എന്നതാണ് പ്രശ്നം. ഇതാണ് സംഘപരിവാറിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ BJP സംഘപരിവാർ അനുകൂല ഹാൻഡിലുകൾ എമ്പുരാൻ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. പലരും ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തതായുള്ള സ്ക്രീൻഷോട്ടുകളും പങ്കുവെക്കുന്നു. ഇനി എനിക്കിത് വേണ്ട. മരം കോടനാൻ കാളെ പറ്റുമെന്ന് കേട്ടാ ഉടനെ കയറെടുക്കുന്ന പോത്തക്കോടൻ. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാനതിന് തയ്യാറല്ല. നമ്മളെ നാട്ടിലിറങ്ങിയ ഒരു സിനിമയെ ഇത്രത്തോളം വർഗീയതയും രാഷ്ട്രീയവും പറഞ്ഞിട്ട് ബാനാക്കി വിടേണ്ട ആവശ്യമൊന്നും സംഘപരിവാർ ഹാൻഡിലുകൾക്കില്ല. 100% ഞാൻ യോജിക്കുന്നു. കാരണം നിങ്ങളുടെ നോർത്ത് നിന്ന് നമ്മളെ നാടിനെ ഒരുമാതിരി പുച്ഛിച്ച് തള്ളിയ പോലെ പ്രൊപ്പഗണ്ട മൂവിയൊക്കെ എടുത്തു കൊടുന്ന് വെച്ചിട്ട് ഇവിടെ കാണിച്ച സമയത്ത് അതെന്താ പറഞ്ഞത്, സിനിമയായിട്ട് കാണണം. അതിനകത്ത് എല്ലാ പാർട്ടിക്കും കൊട്ടിയിട്ടുണ്ട്, കമ്മിക്കും കൊങ്ങിക്കും സംഘിക്കും കൊട്ടിയിട്ടുണ്ട്. ഇതേ തീക്കൊള്ളി കൊണ്ട് തലയെറിയുന്ന പോലെ ഇനി പുറത്തിറങ്ങിയുള്ള അഭിനയം നിർത്ത്. ആ കേശവ കുറുപ്പിന് നിന്നോട് നല്ല ദേഷ്യമുണ്ട്. റെക്കോർഡുകൾ തിരുത്തി മുന്നേറുകയാണ് എമ്പുരാൻ. 48 മണിക്കൂറിനുള്ളിൽ 100 കോടി ക്ലബിൽ ഇടം നേടി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. ഏത് പ്രതികൂല സാഹചര്യത്തിലും ആത്മവിശ്വാസം കൈവടിയാതെ ആത്മധൈര്യത്തോട് പൊരുതുന്ന മലയാളിയുടെ വിജയമാണത്. മലയാള സിനിമാ ചരിത്രത്തിൽ റെക്കോർഡുകൾ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എമ്പുരാൻ സിനിമ 100 കോടി ക്ലബിൽ എത്തിയിരിക്കുന്നത്. 48 മണിക്കൂർ കൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഒരു ചരിത്രം ഇപ്പോൾ എമ്പുരാൻ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും വേർപ്പിലും കെട്ടിപ്പടുത്തതാണടാ സിനിമ. അത് നശിപ്പിക്കാൻ നോക്കിയാൽ സമ്മതിക്കില്ല. നീ പേടിക്കാതെ, എന്തിന് ഏതിനും പോന്നവനായി ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. സൂര്യന് താഴെയുള്ള ഏത് പ്രശ്നം ഞാൻ പരിഹരിക്കും. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.